നഷ്ടങ്ങളെയൊക്കെ പൊതുവെ എല്ലാവർക്കും വലിയ ഭയവുമാണ്. തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കലി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത്. അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയാം. അത് ആമുഖമായി പറയട്ടെ, ഇത് എന്റെ പത്രസമ്മേളനമല്ല. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുക പറയാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ്. അഖില നീ അതിൽ പോകരുത് എന്ന് എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഉപദേശിച്ചു. അവരെന്നോട് പറഞ്ഞത്, സിബിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ? അവൻ പറയുന്നത് കള്ളത്തരമല്ലേ? ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഒരു തെളിവും അവരെനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് 100% സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. അത് പറയാനുള്ള കാരണം, സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച്, ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ ഇദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടു കൂടി കോടതി വഴി DGP കൊണ്ട് നിങ്ങൾ എത്ര പേര് പോകും? നമുക്ക് എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു. എന്താണ് ലാഭം? അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ, ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് അവരുടെ പേര് മാറ്റി, റിലീസ് ആവാൻ പോകുന്ന സിനിമയിൽ നിന്ന് പേര് മാറ്റി, മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ത്രെട്ടുകൾ, ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി. ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന് സമയത്തും ഈ മരുന്ന്, ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, സൈക്കാട്രിക് ഡിവിഷനുള്ള കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാം ഒരു ഫാർമാ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം. അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം. ഒരല്പം കഴിവ് അവർക്ക് ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം. തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മത്സരാർത്ഥി ഞാൻ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു. വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക, അത് പസിൽ ടാസ്ക് ആണ്. പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല, അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് ജയിക്കാൻ പറ്റില്ല. അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ ടാസ്കിൽ ഷിജു ചേട്ടനാണ് ജയിച്ചത്. ആ ടാസ്കിൽ തന്നെ ഷിജു ചേട്ടന്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാണ് മറന്നുപോയി, ഒരാളുകൂടി ഉണ്ടായിരുന്നു. അയാളുടെ പസിലും അപ്പുറത്തിരുന്ന് ആരോ റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ കുറെ സമയം ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക. സമാനമാണ്. ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം. കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ 63ാമത്തെ ദിവസത്തെ എവിക്ഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ്, വോട്ടിംഗിൽ സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം. അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം. അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞൊരു ടാസ്ക്. ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത്. എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ട് നടക്കുകയും ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണിലെ ഏറ്റവും ബോറിംഗ് ടാസ്കും എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്കുമാണ്. നമ്മുടെ ഇതിന്റെ സന കഥയോടുകൂടി ഹിറ്റായ ടാസ്കുമാണ്. ഈ ടാസ്ക് ഒരിക്കലും ആരും, കാരണം നിങ്ങൾ ആലോചിച്ചു, നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ബോറ ടാസ്കാ. ഒരാഴ്ച മൊത്തം വന്നിരുന്ന മത്സരാർത്ഥികൾ കഥ പറയുക. ഇപ്പൊ ഞാനൊക്കെ വന്ന് പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലല്ല ടെലികാസ്റ്റ് ചെയ്ത്, പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം, അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു. ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലിൽ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല. ഷിജു ചേട്ടൻ നടുവേദന പിടിച്ചു കിടക്കുന്ന ആളെ ജയിക്കാൻ പറ്റില്ല. വിഷ്ണുവും മിഥുനും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 15-16 മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല. പക്ഷെ 15-16 മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര. 2 ടാസ്കിൽ നാദ്ര വിജയിച്ചു. 3ാമത്തെ ടാസ്ക്, അതാണ് ഞാൻ പറയുന്നത്, സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ്. ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ രാജ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദ്ര ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു, സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു. ആദ്യത്തെ ടാസ്കിൽ 10 പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് 19 പോയിന്റ്, 16 പോയിന്റ് ശോഭയ്ക്ക്, 19 പോയിന്റ് നമ്മുടെ നാദ്രയ്ക്ക്. അടുത്ത 3ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം. കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിത്തപ്പി കോയിൻ എടുക്കുന്ന ടാസ്കാ.
വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ. അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദറയുടെ ഒരു ഭയങ്കര നാദറ കണ്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ളൂ. നാദറയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ. പിന്നെ ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ്. അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും. ഇപ്പൊ ഫാമിലി വീക്കില് ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തി വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ഉദാഹരണം, ഷിജി ചേട്ടന്റെ കണ്ണ് കെട്ടിവെക്കുന്നു, മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവും. ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ്, മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം. അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതേസമയം അത് എനിക്കങ്ങനെ തന്നില്ല. എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. എനിക്ക് പ്ലെയിൻ എൻട്രി ആണ്, അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ്. അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തേണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല, അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം. ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം. ഇപ്പൊ സിബിൻ ഉദാഹരണത്തിന് ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ടുവരെ ഡൗൺ ആക്കുക. ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത്. കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ, അവിടെ പുറത്തു പോയി നിൽക്കണം. പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച്, അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫിനാലയിൽ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ്. അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള, അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാർ തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത്. അവരുടെ ഒരു ഒറ്റ കടുംപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം, അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം. അതിനാണ് ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടിയെന്നൊക്കെ ചിലർ പറഞ്ഞു. എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല. നല്ലൊരു മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവരുടെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിസ് ഈസ് ടോട്ടലി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി, ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല. ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ്, അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ്. കാരണം അവരാഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇയാളെ അല്ല. കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു. അതിന്റെ ദേഷ്യം ഇവർക്കുണ്ടായിരുന്നു. താങ്കൾ ഇത് പറയാൻ എന്തുകൊണ്ട് ഒരു വർഷം സമയമെടുത്തു? അല്ല, ഇനി ഞാൻ വിജയിച്ച ആളല്ലേ. ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ എന്നിട്ട് ഞാൻ പറയാം, ഞാൻ ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത്, ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട്. അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ, നമ്മുടെ ഇവനോട് സിബിനോട് പറഞ്ഞ അദ്ദേഹം ഈ പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാന്റെ ഒരു PR ഹെഡ്, പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിലെ പൈസ ഒന്നും ചോദിക്കരുത്, അഖിലിന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വലിയൊരു മൈലേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, എന്തിനാ ചിരിച്ചത്? ഞാൻ പറഞ്ഞല്ല, തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ അറിയാത്തൊരു പൊട്ടനാണ് നിങ്ങൾ വിചാരിക്കരുത്. പൈസ തന്നെങ്കിൽ ഞാൻ അത് ചെയ്യും. അപ്പൊ പൈസ ചെയ്യരുത്. അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് പറയേണ്ട കാര്യമില്ല, ഇപ്പോഴും ഇത് പറയേണ്ട കാര്യം എനിക്കില്ല. കാര്യം എന്താ, ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് നിശബ്ദത പാലിച്ചൂടെ? എനിക്ക് എന്താണ് നഷ്ടം? ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ കയറിപ്പോണ്ട ആളായിരിക്കാം, ഒരുപക്ഷെ എന്നെ അവര് വിളിച്ചേനെ. എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ്. പ്രവീൺ ചിലപ്പോൾ ഇവനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അല്ലേ ഇത്. അതിൽ എനിക്ക് എന്നോട് അന്ന് സംസാരിച്ച ആള് പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ PR ഹെഡായിരുന്നു. അന്ന് എന്നോട് സംസാരിച്ച ആള് അന്ന് ഞാൻ പറഞ്ഞത്, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞില്ല. എന്റെ അടുത്ത് ഷെയർ എന്ന് ചോദിച്ചു. ഷെയർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കാനൊന്നുമില്ല, പിന്നെ അണ്ടറുകൾ ഒരു കൊടുക്കാനേ. അല്ല, അദ്ദേഹവും ഉണ്ടാവും. കാര്യം അദ്ദേഹം ഉത്തരവാദപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത്, എന്നോട് പേഴ്സണലി പറഞ്ഞത്, അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു. പൈസ മേടിക്കരുത്, കോൺട്രാക്ട് ഉണ്ട്, തിരിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ ആള് പ്രവീൺ എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ, പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു, ജാൻമണി ഹോട്ടൽ ടാസ്ക് കയറ്റി വിടാം, ഗസ്റ്റായിട്ട് കയറ്റി വിടാം, അഖിൽമാർക്കെതിരെ വീഡിയോ ചെയ്യും. ഈ മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് ആക്കി ഇവർ ഈ പെൺകുട്ടിയെ, അതാ ഞാൻ പറഞ്ഞത്, ഈ പാവം പിടിച്ചവനെ ചതിച്ചതായി വരും. അത് അഖിൽമാരുടെ ഹേറ്റേഴ്സ് മൊത്തം വോട്ട് ചെയ്ത് കൊടുക്കുക, ചാർത്തിക്കോളാൻ പറഞ്ഞു. ഇതെല്ലാം പ്ലാനാണ് ഇവർക്ക്. ഇങ്ങനെ അതായത് മനഃപൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിലും ഒക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. പിന്നെ ഇത് നമ്മളിപ്പോ ഞാൻ ഇത് ഈ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ മറ്റൊന്നിനോ ഒന്നും വേണ്ടിയിട്ട് പറഞ്ഞതല്ല.
നമ്മുടെ ഉള്ളിൽ നീതി ബോധം. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാം, പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ, അത്ര നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. താങ്കൾ ആരോപിച്ച ആരോപണത്തിലും പ്രവീണാണോ? ഏതായിരുന്നു താങ്കൾ പീഡനാരോപണം അത് എന്നെ പീഡിപ്പിച്ചിട്ടില്ല. അല്ല, പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, താങ്കളെ പീഡിപ്പിക്കാനുള്ള ആളല്ലോ. ഈ ആളുടെ പേരാണ് പറഞ്ഞത്. താങ്കൾ ഈ പേരാണ് പറഞ്ഞത്. വിഷയത്തിൽ എന്റെ വിഷയം അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. പ്ലീസ് ഇത് ഇത് ആദ്യം ഒരു മിനിറ്റ് ഇത് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ്. അതുകൊണ്ട് ഞാൻ തറപ്പിച്ചത് അത് വേണ്ട. ഇത് എന്റെ വിഷയമാണ്. എനിക്കിത് സംസാരിച്ച അല്ല, ഞാൻ ഒരു കാര്യം ഇപ്പൊ അഖിലേട്ടൻ പറഞ്ഞൊരു കാര്യത്തിന് കൂട്ടിച്ചേർത്ത് ഞാൻ പറയണ്ടേ, സ്വിമ്മിംഗ് പൂൾ ടാസ്കില് ഇപ്പം സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞ അഖിലേട്ടൻ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. അതിനകത്ത് ഈ നാദറയ്ക്ക് വെള്ളം പേടിയാണ് എന്നിവരെങ്ങനെ മനസ്സിലാക്കി? എന്നിവര് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ്, ഒരു സംശയമില്ല. അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് 1 മണിക്കൂറായിരുന്നു. എത്രത്തോളം സമയം നാദരയുമായി സംസാരിച്ചിട്ടുണ്ടോ അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന് അവരെങ്ങനെ മനസ്സിലാക്കുന്നു? അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി അവർ മനസ്സിലാക്കുക. അത് തന്നെ മെഡിക്കൽ എത്തിക്സിനെതിരാണ്. ഇറങ്ങിയ സമയത്ത് സിബിൻ പോണമെന്ന് വീണ്ടും അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. സിബിൻ അതിന് എന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന അക്രാസക്തരാകും അല്ലെങ്കിൽ ക്ലാസുകൾ ഉടയ്ക്കും, അങ്ങനെ പറയുന്ന ഒരു ആളെ അവിടെ നിർത്താൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉറപ്പ് തന്നെ 150%. ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാ. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നില്ല? ഞാൻ ഇവിടെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ചു പൊട്ടിക്കണോ? ആ കണ്ടന്റ് കിട്ടിയല്ല നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെ തന്നെയാണ് താങ്കൾ 150% ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ താങ്കൾ പ്രവർത്തിക്കുമെന്ന് ഓർത്ത് വേണമെങ്കിൽ എന്നെ പുറത്താക്കിയതല്ല ഹൈദരാബാദ് എന്റെ പ്രശ്നം. പുറത്താക്കിയതല്ല. ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല, അത് തന്നെയാണ്. ഈ ആരോപണങ്ങളൊക്കെ പുറത്താക്കിയതിന്റെ ഗ്രഡ്ജാന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അങ്ങനെ പുറത്താക്കിയതിൽ എനിക്കങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് ഞാൻ അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിനുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ്. ആ അനീതി ഇതാണ് ആ നീതി. റോങ്ഫുൾ കൺഫൈൻമെന്റ്, മരുന്ന് തരിക, എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക, എന്നെ ഒറ്റപ്പെടുത്തുക. ബേസിക്കലി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടാർഗറ്റ്. അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ എനിക്കുണ്ട്. ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. എന്നോട് ഞാനത് പറഞ്ഞോട്ട് സഹോദര, അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിന്ന് എന്നെ സഹായിക്കുന്ന ആൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സിബിൻ ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ഫ്രം മീഡിയ ഇൻഡസ്ട്രി, ഹി ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദി ബിഗസ്റ്റ് ടൈക്കൂൺ. ആ മെസ്സേജ് എനിക്ക് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. നിങ്ങൾ സിബിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് സിബിന്റെ ആയിട്ടുള്ള കൂട്ട് കട്ട് ചെയ്യുക, എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാലും ഈ മരുന്ന് തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ കേസ് നിലനിൽക്കുമോ? അത് നിയമപരമായുള്ള കാര്യമാണ്. കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരുന്നല്ല ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ അസുഖം 6 മാസം റോഷാക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇങ്ക് ടെസ്റ്റ്, ബ്ലൂ ഇങ്ക് ടെസ്റ്റ്, അങ്ങനെ ഒരു ടെസ്റ്റിന്റെ പേരാണ്. അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു മെഡിക്കൽ ക്രൈം ആയിട്ട് തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അഖിലേട്ട സിബിൻ ഇറങ്ങിയ സമയത്ത് അഖിലേട്ടൻ പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. അതായത് മത്സരിച്ചാൽ വിജയിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്നിട്ടും അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു. സാബുമോനെ അത് കണ്ടിട്ട് സെയിം ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള ഒരു എപ്പിസോഡിൽ പുള്ളിക്കാരനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു കയറ്റി, തട്ടുകട അതിൽ വിളിച്ചേറ്റി വേണമെന്ന് വെച്ചാൽ താങ്കളെ അതിനകത്ത് കയറ്റായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും ഓഫറുകളോ ഇനി ഇങ്ങനെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അങ്ങനെ എന്തെങ്കിലും ഓഫർ വന്നായിരുന്നോ? നാണം കിട്ടും പണം നേടുകയും നാണക്കേട പണം മാറ്റിടും ദീപസ്തംഭം മഹാചര്യം എനിക്ക് കിട്ടുന്ന പണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാടുകൾ ചേഞ്ച് വരുത്താം. എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുകൂടി പറയാം അല്ലേ തുടക്കത്തിൽ. അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അപ്പോഴെ യോജിപ്പൊന്നുമില്ല. പിന്നെ സിബിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സിബിൻ ജയിക്കേണ്ട മത്സരത്തിൽ ഞാനല്ലല്ലോ പ്രേക്ഷകരാ പറഞ്ഞത്. എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നിൽ വന്നൊരു മത്സരാർത്ഥി.
അപ്പൊ അയാള് വിജയിക്കുമെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചത് ആ ഘട്ടത്തിൽ അയാളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. പുറത്താക്കി കൊണ്ടുവന്നേ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഒരു മത്സരാർത്ഥി അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം. പക്ഷെ അതൊരു എന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാവില്ല. നാളെ സിബിൻ ഇറങ്ങി ഇപ്പൊ നിങ്ങൾ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷേ മേ ബി വന്നേക്കാം, നിനക്ക് തരിക്കടില്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം. അതായത് ഒരു ചെറുപ്പക്കാരന് നമ്മൾ കേരളത്തിൽ 3.5 കോടി ജനതയുണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാൽ സംസാരിക്കണ്ടേ? അത് നാളെ എത്രയോ പേരായി മാറിയേക്കാം. നാളെ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരൊക്കെ ഇതുപോലത്തെ ഷോയിലേക്ക് പോകല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് സംഭവിച്ചൂടെ? അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി. പോലും ഇതിന് പരാതി കൊടുത്തിട്ടില്ല. അല്ല, അത് അവരുടെ കുഴപ്പമാണ്. ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ ഈ അടുത്ത സമയത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു നടി, അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിൽ ഒരു സംവിധാനം എന്നുള്ള അനുഭവം പറയുന്നു. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സിബിൻ എന്നോട് ഹൈദർ തന്നെ ചോദിച്ചു, സിബിൻ കേസ് കൊടുത്തില്ല, അഖിൽമാരായിരുന്നു സംസാരിക്കുന്നു. അവന് കേസ് കൊടുത്തു. അത് അവന്റെ ചമ്പുറപ്പ്, അവന്റെ വിൽ പവർ, അത് ഇതിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് എത്ര പേര് പോകും? ഇത് ചിലർ വിചാരിക്കും പോട്ടെ, ഇപ്പൊ സിബിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഇനിയിപ്പോ കഴിഞ്ഞു നാളെ ഒരു സമയത്ത് കിട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കാം. അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പടച്ച് വന്നത്. ഞാൻ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കോട്ടയത്ത് പോയപ്പോൾ ഞാൻ ഇത്രയും വന്നതും ഞാൻ രാവിലെ എന്നോട് പറഞ്ഞോടാ ചിലപ്പോൾ വരാൻ പറ്റില്ല, പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ, സിബി ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പങ്കെടുത്തേ പറ്റൂ. ഇത് തീരുമാനിച്ചിട്ടാ ഞാൻ. ഇപ്പോ അഖിൽമാരാറ്, സിബിൻ, ഇപ്പോ വക്കീലുണ്ട്, എല്ലാവരും കൂടി ഇപ്പൊ തിരിഞ്ഞു വന്നിരിക്കുന്ന നമ്മളെല്ലാവരും കൂടി അല്ല നിങ്ങളെല്ലാവരും കൂടി തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ മുഖ്യ എതിരാളി എന്റെ മോർഷൈനാണോ, ഏഷ്യാനെറ്റ് ആണോ, അല്ലെങ്കിൽ വ്യക്തികളാണോ? കമ്പനിയല്ല. കമ്പനിയെ നമ്മളെങ്ങനെ അതിനകത്ത് പറയാൻ പറ്റും? വ്യക്തികളാണ്. ഈ ഷോ അല്ല കുഴപ്പം. ഇപ്പൊ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലവും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ സിബിനെയും ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായം ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നാണക്കേടല്ലേ? ഒരു സംശയം ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ വ്യക്തികളുടെ പേര് പുറത്തു പറയുന്നില്ല? ഇപ്പം അഖിലിന്റെ ആരോപണം, മാരാരുടെ ആരോപണമാണെങ്കിലും വ്യക്തികളുടെ പേര്, ഇത് ചെയ്ത ആൾക്കാരുടെ പേര് പറയുന്നില്ല. ഇപ്പൊ ഇതാണെങ്കിലും ആ ചെയ്ത മീൻസ് വോയിസ് മെസ്സേജ് അയച്ച ആളുടെ പേര് പറയുന്നില്ല. അത് ആക്ച്വലി പ്രേക്ഷകരിൽ ഒരു സംശയം ഉണ്ടാക്കുന്നില്ലേ? അല്ല, ആ ഒരു സംശയം വേണ്ട. കാര്യം ഓൾറെഡി ഇത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നല്ല പേര് വന്നു. അഖിലേട്ടന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്ന ഇവരുടെ ആരുടെയും പേര് പറഞ്ഞില്ല എന്ന പേരിലാണ്. പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ല. പെൺകുട്ടികളുടെ പേരല്ല, ആരാണ് വിളിച്ചത്, ആരാണ് ഓഫർ ചെയ്തത്. ഫിറോസ് ഒക്കെ ഇപ്പൊ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ, അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന് വില്ലിംഗ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കമ്പനിക്കെതിരെ വ്യക്തമായ ആ വ്യക്തികളുടെ പേര് പുറത്തു വന്നാലേ ഈ സംഭവത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എഫ്ഐആർ കോപ്പി പരാതിയിലാണ് ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അന്വേഷണം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ആരാണ് നിങ്ങളൊരു അലിഗേഷൻ പറയുമ്പോൾ അത് കൃത്യമായി ആർക്കെതിരെയാണ് അതാണ് പറയുന്നത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ആരാണ് ഇദ്ദേഹത്തിനെ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്, 3 ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം. അവിടുത്തെ എവിഡൻസ് റിക്കവർ ചെയ്യണം പോലീസിന്. അതിനുള്ള സാഹചര്യം ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാര്യം വെച്ചാൽ DGP കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പ്രേക്ഷകർ നോക്കുമ്പോൾ അവർക്ക് ഏഷ്യാനെറ്റിനെ അറിയാം, എന്റെ മോൾ ഷെയ്, ഈ 2 ചാനൽ അറിയാം. ഈ വ്യക്തികളുടെ ഫോട്ടോ അടക്കം പുറത്തു വന്ന് ഇവരാണ് ഇത് ചെയ്തത് എന്നറിഞ്ഞാലേ പ്രേക്ഷകർക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. 100% കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിലിമിനറി സ്റ്റേജിലാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തത് കോടതിയിൽ എത്തും. എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാർ പ്രതിയാക്കപ്പെടും. അതിനകത്ത് എഫ്ഐആർ പുറത്തു വരും. നിങ്ങൾക്കെല്ലാം ആരാണെന്ന് അറിയാൻ സാധിക്കും. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് കൃത്യമായിട്ട് പോലീസാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾക്ക് നീതി കിട്ടാൻ നിങ്ങൾക്ക് വിഷയം. കാരണം ബിഗ് ബോസിന് ഇതിനു മുമ്പ് ഈ പറഞ്ഞാൽ 3-4 പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പക്ഷെ തമിഴ്നാട്ടിലാണ്, ഇത് കേരളമാണ്. എനിക്ക് ഇവിടെ അങ്ങനെ നടക്കൂല. എനിക്കത് 100% ഉറപ്പാണ്. അവിടെ നടക്കുമായിരിക്കും. ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണ്. ഇവിടെ ഇത് നടക്കൂല. ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അക്കമിട്ട് അവരുടെ ഫോട്ടോ എല്ലാം വെളിപ്പെടുത്തിയിട്ട് ഒരു പ്രസ് മീറ്റും കൂടെ വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. ഈ FIR കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ? അത് കഴിഞ്ഞ് വിളിക്കുന്നതായിരുന്നു നല്ലത് പ്രസ് മീറ്റ്. അല്ല, അത് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ട്.
കൃത്യമായി കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കണം എന്ന് എനിക്ക് ജീവൻ തന്നെ ഭീഷണിയുണ്ട്. ചെന്നൈയിൽ ഇയാള് പോയ സമയത്ത് ഇയാള് ഫോളോ ചെയ്ത ആൾക്കാർ വരുവാണ്. ഞാൻ പറഞ്ഞില്ല അയാളുടെ പേര്. പക്ഷെ ഇവരെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും അല്ല, ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള അതെന്ന് വെച്ചാല് ഈ പറയുന്ന ഒരാള് എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള്, അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയില്ല. അയാള് ഞാൻ ആരാണെന്ന് പറയാം, ജീവ സെൽവ എന്നാണ് പേര്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ, ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത്. അതൊന്ന് എല്ലാവർക്കും ഇദ്ദേഹമാണ് എന്നെ ഫോളോ ചെയ്ത സ്റ്റാഫാണ് സ്റ്റാഫാണ് എന്നാണ് ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതും. അത് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ, ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോൾ സൈഡിൽ ജോലി ചെയ്യുന്ന, അവരെല്ലാരും ഇയാളെ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു. അവസാനമായിട്ട് ചോദിക്കട്ടെ, ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നീതി എന്താണ്? അതായത് ഈ പരിപാടി തന്നെ നിർത്തലാക്കണം എന്നുള്ള രീതിയിലാണോ, അതോ വ്യക്തികളെ പുറത്താക്കണം എന്നുള്ള രീതിയിലാണോ? ഒരിക്കലും ഇല്ല. പരിപാടി ഷോ നാളെയും തുടരണം. ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികളാണ്. വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം. അത് നിയമപരമായിട്ടും ഉണ്ടാവണം, ചാനലിന്റെ ഭാഗത്തും ഉണ്ടാവണം. അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു മധ്യസ്ഥന്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തു നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട്, ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഖില് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട. പിന്നെ പെട്ടെന്നൊരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല, കാര്യം അവരുടെ ഒരു വലിയ ബ്രാൻഡ് വാല്യൂവിനെ ബാധിക്കും. ഇപ്പം ഞാനും സിബിനും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഉടനെ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താക്കുന്നു വിശ്വസിക്കത്തക്ക മണ്ടരമല്ല ഞങ്ങൾ. കാര്യം അങ്ങനെ വന്നാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോപണ വിധേയമാകും. അപ്പൊ അത് പെട്ടെന്നുണ്ടാവില്ല. പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നത് പറഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ അതിൽ ഒരാളുടെ മകളുടെ കല്യാണമാണ്, ആ കുട്ടിയുടെ ഭാവിയും കൂടെ കരുതിയിട്ടെങ്കിലും ഒന്ന് ഓക്കെ. അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സിബിന് ലഭിക്കണം. ഇനി ഇതൊക്കെ നമ്മളിനി പറഞ്ഞില്ല എന്ന് വെച്ചോ, നാളെയും ധാരാളം പേര് ഇതിന്റെ പിന്നാലെ കിടന്നു കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതിനൊക്കെ അനുഭവം ഉണ്ടായേക്കാം. അതൊരു പക്ഷെ നമ്മളെല്ലാം സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു വിഷയം വന്നു, ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു. ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു ഗുണം. ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതിയും സുബിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെ ആയിരിക്കും. അഖിലേട്ടൻ പറഞ്ഞ ആരോപണം, അഖിലേട്ടന്റെ സീസൺ എന്നുള്ള ഷോ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് അഖിലിനെതിരെ. ആരോപണത്തിനല്ല സൈബറിൽ എല്ലാവർക്കും എതിരെ. അതായത് ഇങ്ങനെ ആരോപണം പിന്നീട് പല ഇന്റർവ്യൂസിന് താങ്കൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ പോയി അഖിലേട്ടൻ ഇങ്ങനെ അന്നൊരു തിയേറ്റർ വെച്ചൊരു ഓഡിയോ ക്ലിപ്പ് എന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും ഇങ്ങനെ നടന്നു. എന്നാൽ സിബിൻ വന്ന പോലെ കേസ് കൊടുക്കാം വേണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പീഡനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ ഇനി കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇതൊരു സ്റ്റാർട്ടിംഗ് ആവണം, ഈ പരാതി ഇതൊരു തുടക്കമാവണം. ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് സംഭവിച്ചിരിക്കുന്ന ഇതൊരു തുടക്കമാണ്. ഇത് കിട്ടാൻ, ഈ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാമോ? പരാതി കൊടുത്തു, ആ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണിതഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിന്റെ പിന്നിൽ, ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും വരണം, പുറത്തുനിന്ന് സംസാരിക്കണം. ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം. അതാണ് ഇതിലൂടെ എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് എന്റെ മാത്രം പ്രശ്നമല്ല. ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജീവന ഭീഷണിയുണ്ടോ? ഉണ്ട്. ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചോദിക്കും, എങ്ങനെ ഭീഷണിയുണ്ട്? ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തും. അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസ് ആണ്. കൃത്യമായി ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. എന്റെ അമ്മയെ ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നതല്ല കേട്ടോ, ആയിരിക്കാം, അത് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം പറഞ്ഞു, ഒത്തിരി പിന്തുണയായിട്ട് ആ സീസണിലുള്ള ഒരു അഖിൽ പറഞ്ഞത് സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സീസണിൽ അഖിലിനോടൊപ്പം ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ശിവന്റെ ഒരു വിഷയം വന്നപ്പോൾ ഈ സീസണിൽ നിങ്ങൾ നല്ല ബന്ധങ്ങളുണ്ടാകുന്ന ഒരാളുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഫോട്ടോ എടുക്കാൻ പോകുന്നു, ഇതിനൊക്കെ നമ്മൾ കണ്ടു. ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല. അല്ല ഓക്കെ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ശിവൻ പറയുന്നതിൽ ഒരു സത്യമെന്ന് ഇവർ മുന്നോട്ട് വരാത്ത ഭയപ്പെടുന്നത്? എനിക്കറിയില്ല എന്താ, അത് അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മത്സരാർത്ഥികളുണ്ട്.
ഈ തെളിവുകളൊക്കെ കാണിക്കുമ്പോൾ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ, ഇതാണോ, ഇത് ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു പോയ മത്സരാർത്ഥികളുണ്ട്. ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേര് വിളിച്ചിരുന്നു ഞാൻ പ്രസ് കോൺഫറൻസ്. അപ്പൊ എനിക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകി. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൈദരാബാദ് ചോദിച്ചു ഇതേ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല? ഞങ്ങൾ സംസാരിക്കാം, ഞങ്ങൾ തുറന്ന് പറയാം എന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാനത് പ്രതീക്ഷിക്കുന്നു, അവർ സംസാരിക്കുമായിരിക്കും.